എന്തൊരു പെർഫോമൻസാ മോളെ. ആ സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് എനിക്ക് അങ്ങനെ വരുന്നുണ്ട്. എന്റെ സ്വാതി മോളെ, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്ന സ്വാതി? അതൊരു അത്ഭുതം പോലെയാണ് നടന്നത് അവിടെ. സ്വാതിന്റെ കണ്ണ് നിറഞ്ഞോ? പാവ കാണുമ്പോ നമുക്കും ഉണ്ട് കേട്ടോ. അടുത്ത ശോഭനയാണ് അല്ലേ? ശോഭനയെന്നാണ് വിളിക്കല് സെറ്റ്. ശരിക്കും ഇപ്പൊ എന്ത് കുട്ടിയാ? ചെറിയ കുട്ടിയാണോ വലിയ കുട്ടിയാണോ? അതിൽ നഴ്സറിക്ക് ഒരാൾ പറയണ്ടേ സത്യത്തിൽ ചെറിയ കുട്ടിയാണോ, പക്ഷെ നല്ല നാവ് വലിയ ആൾക്കാരാണ്. ശൃംഗാരം. ഇനി മോളായിട്ട് കണ്ടുപിടിച്ച എന്തെങ്കിലും ഒരു ഭാവം ഉണ്ടോ? മറ്റേ ജഗദീഷ് ചേട്ടൻ പറയുന്ന പോലെ നല്ല രസമുണ്ട് പാട്ട് കേൾക്കാൻ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്ന ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം ഒരു മിടുക്കി കുട്ടിയാണ്. എന്താ പറയുക, അഭിനയത്തിലായാലും ഡാൻസിലായാലും ഡബിങ്ങിലായാലും എല്ലാത്തിലും അടിപൊളിയായിട്ട് കഴിവ് തെളിയിച്ച നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം സ്വാതി. ഹലോ, ഹായ്. സ്വാതി കോഴിക്കോട് അല്ലേ? എനിക്ക് ഭയങ്കര സന്തോഷം സ്വാതിനെ കണ്ടതിലും അതിന്റെ കൂടെ ഒരു കോഴിക്കോട് കേട്ടപ്പോൾ പ്രത്യേക സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഈ സ്വാതി മോളെ ആദ്യം കാണുന്നത് ഭയങ്കരമായിട്ടൊരു മാരകമായ ഒരു പെർഫോമൻസ് ഞാൻ കണ്ടു. ഇപ്പോഴാണ് അത് കൂടുതൽ വൈറലായി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. 2022 ഞാൻ കൊത്ത് സിനിമ അഭിനയിച്ചത്. അപ്പൊ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു. എല്ലാവരും ഭയങ്കര വിളിക്കലും അവരിതായിരുന്നു. വിചാരിച്ചു ഒരുപാട് അവസരങ്ങൾ കിട്ടും വിചാരിച്ചു, പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്കത് മാറി. കാരണം നല്ലത് എപ്പോഴായാലും ആളുകൾ ഇത്തിരി വൈകിയാലും ശ്രദ്ധിക്കും. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. പേടിക്കല്ലേ, ഒന്നുമില്ല. വേണ്ട മാവ, വേണ്ട 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 മാമ, വേണ്ട വേണ്ട മാമ. എന്റെ സ്വാതി മോളെ, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്ന സ്വാതി? അതൊരു അത്ഭുതം പോലെയാണ് നടന്നത് അവിടെ അന്ന്. എന്താ പറയാ, സിബി സാറിനോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യണം. ഒരു സ്വാതിന്റെ കണ്ണ് നിറഞ്ഞോ? പാവ കാണുമ്പോ നമുക്കും ഉണ്ട് കേട്ടോ. സീരിയസ്ലി അത് കാണുമ്പോ നമ്മളും അറിയാതെ കരഞ്ഞു പോവും. അത്ര അടിപൊളിയായിട്ടാ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാ അങ്ങനെ. സിബി സാർ പറഞ്ഞു, സിബി സാറിനോട് പറഞ്ഞു ഇങ്ങനെ ഇതാണ് സീന്, അപ്പൊ ഇങ്ങനെ ചെയ്യണം. അപ്പൊ എനിക്ക് ഡയലോഗ് വേണ്ട മാമ ഇങ്ങനെ ഉള്ളായിരുന്നു. അപ്പം എന്നിട്ട് അവിടേക്ക് ഇങ്ങനെ അങ്ങനെ ചേർന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പം അത് ആ ഒരു ക്യാമറ ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കൊരു ഇത് ഇപ്പം എങ്ങനെ കുറച്ചും കൂടി ചെയ്യാന്നുള്ള ഒരു ഐഡിയയിൽ അത് പെട്ടെന്ന് ഒരു മായാജാലം. വയസ്സായിരുന്നു അന്ന്? അന്ന് ഞാൻ 4ാം ക്ലാസ്സിലാണ്. 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്തെല്ലാം അധികം ചെയ്യാന്ന് വരെ ചിന്തിച്ചിട്ട്. എന്റെയൊക്കെ പ്രായമുള്ളവരോട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കൊച്ചു ഇനി എന്തൊക്കെ ചെയ്യാം അല്ലേ? അതൊക്കെ എന്താ പറയാ, ജന്മനാൽ കഴിവ് കിട്ടിയ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ പറ്റുള്ളൂ സ്വാതി. ഇതിന് ശേഷം, ഇത് ചെയ്തതിന് ശേഷം അവിടെയുള്ള ക്രൂ ഒക്കെ എന്ത് പറഞ്ഞു? അത് പെട്ടെന്ന് ഒരു ടൈമിൽ എല്ലാരും അങ്ങോട്ട് സൈലന്റ് ആയി. സ്വാതി എന്ന് പറഞ്ഞാൽ എല്ലാരും പേരിൽ വെക്കാകെ മൈൻഡ് ഔട്ട് ആയിപ്പോയി. ഞാൻ ഇങ്ങനെ കരയെന്നെ കരയാ. അപ്പൊ സിബി സാറ് മാറി 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 എന്ന് പറഞ്ഞാൽ വന്ന് ഇന്നും കൂടെ ഒത്തി പിടിച്ചു. അപ്പത്തേക്ക് ആ കരച്ചിൽ ഈ കരച്ചിലും ഒക്കെ കൂടെ ഫുള്ള് കരച്ചിലായി. എല്ലാരും കരയായിരുന്നു. സ്വാതി സ്വാതി ഇങ്ങനെ എല്ലാരും വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ആകെ ഷോക്ക് അടിച്ച മാതിരി ഇങ്ങനെ ഇരിക്കേ. അപ്പൊ സിബി സാറ് എന്നെ വന്ന് ഒത്തി പിടിച്ച്.
അപ്പോൾ ഞാനിങ്ങനെ കരയാ. അപ്പോൾ സിബി സാർ പറഞ്ഞു മോളെ ഷോട്ട് സീന് കഴിഞ്ഞ് കട്ട് കട്ട് കട്ട്. അപ്പോഴാണ് ഞാൻ ചിരിച്ചത്. അതുവരെ ഞാൻ അങ്ങനെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സ്വാതിന്റെ അത്ര തന്നെ ആസിഫ്ക്കയും വന്ന് അതേപോലെ ഇട്ടു അല്ലേ? ആസിഫിക്ക നല്ല സപ്പോർട്ട് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം ആസിഫിക്ക തന്നെയാണ്. എന്തെങ്കിലും പറഞ്ഞു തരുമോ ആസിഫ്ക്ക ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം? ആസിഫിക്ക എന്നോട് പറഞ്ഞ നല്ലോണം ചെയ്യൂട്ടോ സ്വാതി. അപ്പൊ അങ്ങനെ സിബി സാറെ പോലെ തന്നെ എനിക്ക് പറഞ്ഞ ഓരോ സാധനങ്ങൾ പറഞ്ഞു തരാൻ ആസിഫിക്ക ഭയങ്കര. അത് കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും എന്തെങ്കിലും മിഠായിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വാങ്ങി തന്നു നന്നായിട്ട് പെർഫോം ചെയ്തിട്ട്? അങ്ങനെ കൊറേ ആൾക്കാർ വന്ന് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. പിന്നെ ആസിഫിക്ക വന്ന് സ്വാതി എന്നൊക്കെ പറഞ്ഞ് ഉമ്മൊക്കെ വെച്ച്. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഒന്നും പറയാൻ കഴിയില്ല. ആസിഫ്ക്ക് അതിന്റെ ഇടയ്ക്ക് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അതായത് ഒരു വീഡിയോയില് അടുത്ത ശോഭനയാണ് അല്ലേ? ശോഭനയെന്നാണ് വിളിക്കല് സെറ്റ്. ആണോ? ആ ശോഭനയുടെ എല്ലാം ഒരു ഉണ്ട് അല്ലേ? നല്ല സുന്ദരി കൊച്ചാണ്. ആസിഫ്ക്ക പറയുന്നുണ്ട് വളരെ പ്രൗഡായിട്ട് ഇത് അടുത്തൊരു ശോഭനയാണ്. ആ ഒരു വീഡിയോ ചേച്ചി കാണിച്ചു തരട്ടെ? ഷോ എന്തൊരു മോളാണ്. മലയാള സിനിമയിൽ അടുത്ത ശോഭനയാണ്. ഇവരുടെ പെർഫോമൻസ് കാണാൻ ഞങ്ങളെല്ലാവരെയും കാണാൻ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള തിയേറ്റേഴ്സിൽ പോയി ആ സിനിമ. അടുത്ത ശോഭന എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം വലിയൊരു കോംപ്ലിമെന്റ് ആണ് അല്ലേ? അത് ആസിഫ്ക്ക് എടുത്തിട്ടാണ് പറയുന്നത്. എനിക്ക് പറഞ്ഞ ചെറിയ കുട്ടിയമ്മ മുതലേ ഞാൻ ശോഭന മാമിനെ കാണുമ്പോ ഞാൻ ഷോബു 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 എന്നാണ് വിളിക്കുക. അപ്പൊ പെട്ടെന്ന് ആസിഫിക്ക് എന്നെ വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. ശോഭന മാമിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കാണാൻ പറ്റുമായിരിക്കും. കാണട്ടെ. അന്ന് ആസിഫ്ക്ക് എടുക്കുന്നു, അപ്പൊ ഇത് പറയുന്നു. അപ്പൊ എങ്ങനെയാ മൂക്ക് അതൊക്കെ കേട്ടപ്പോ ഉണ്ടായിരുന്നു? അന്നും 4ാം ക്ലാസ്സിൽ തന്നെയാണല്ലോ അല്ലെ? 4 തന്നെ. അല്ല 5-ലാ. അത് എത്തുമ്പത്തേ 5-ലെത്തി. ആ സിനിമ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആസിഫിക്ക് ഇങ്ങനെ ഹൈലൈറ്റ് മാളിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ആസിഫിക്ക് എന്നെ കണ്ടപ്പോൾ സ്വാതി സ്വാതി വാ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇവിടെ എടുത്ത് അത് അടുത്ത് ഇങ്ങനെ ശോഭന എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫാമിലിയൊക്കെ വന്നിരുന്നു. അപ്പോൾ എല്ലാവർക്കും എടുത്തപ്പോൾ ഈ സ്കൂളിൽ ഇപ്പോ മോള് ഏത് ക്ലാസ്സിൽ ഇപ്പൊ പഠിക്കുന്നത്? ഞാൻ 7-ലാണ്. 7-ല്. 8-ലേക്ക് ആവാനായി അല്ലേ? ഈ വെക്കേഷൻ കാര്യം 8-ലേക്ക് ആവും. അപ്പൊ സ്കൂളിലൊക്കെ എങ്ങനെയാ മോക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്? സ്കൂൾ 7 വരെ ഉള്ളൂ. അപ്പൊ സ്കൂളില് എല്ലാവരും ഭയങ്കര ഫ്ലക്സ് ഒക്കെ ഒട്ടിച്ച് എന്നെ ഭയങ്കര ആദരിച്ച്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഒരു പ്രചോദനം. അതെ സ്വാതി സ്വാതി ദാ സ്വാതി അങ്ങനൊക്കെ പറയുമ്പോ അവിടുത്തെ ഒരു സെലിബ്രിറ്റി ആണ് അല്ലേ? എല്ലായിടത്തും സെലിബ്രിറ്റി ആണ്. അതെ. എന്റെ സ്കൂളിൽ ഞാൻ 1ാം ക്ലാസ് മുതലാണ് ചേർന്നത്. ആ ടൈം മുതലാണ് ഞാൻ പരിപാടിക്ക് പോകാൻ തുടങ്ങി. അപ്പൊ അന്ന് മുതല് എന്റെ സ്കൂൾ കഴിയണ വരെയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു സ്കൂളിൽ. ഈ ഇതിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ക്ലാസ് ഒക്കെ കട്ടായി പോവില്ലേ ഷൂട്ടിന് പോകുമ്പോ? അപ്പൊ എങ്ങനെയാ? ഫ്രണ്ട്സിനോട് പറയും വിട്ടായിരുന്നോ ഞാൻ ഇനിയിപ്പോ 10-15 ദിവസം ആവും വരാൻ. അപ്പൊ ഓരോ പറയാതെ തന്നെ അന്നത്തെ നോട്ടുകളൊക്കെ വിട്ടുതരാൻ. ശരിക്കും മോള് സംസാരിക്കുമ്പോ ഞാൻ പറഞ്ഞില്ല ഏതോ ഒരു പഴയ ഒരു കാലത്തെ നടിമാരുടെ ഒക്കെ ഒരു ലുക്കാ. ഇപ്പൊ ശോഭന ആയാലും അങ്ങനത്തെ ഉള്ള ശോഭന മാമിനൊക്കെ പോലെ. ഞാൻ പറഞ്ഞ നല്ല മുടിയാണ്. ഈ മുടിയാണ് മോളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്താ ഈ മുടിയുടെ രഹസ്യം? മുടിയുടെ രഹസ്യം അച്ഛനും അമ്മയും തന്നെയാണ്. കാരണം പാരമ്പര്യമാണോ? പാരമ്പര്യം അല്ല, അച്ഛനും അമ്മയാണെന്ന്. ഞാന് ഏച്ചിക്കായാലും മുടി അത്യാവശ്യം ഉണ്ട്. അപ്പം മുടി വെട്ടാന്ന് പറയുമ്പോ തന്നെ എനിക്ക് ഇങ്ങോട്ട് കരച്ചിൽ വരും. പച്ചമനോളം മുടി വെട്ടണ്ട, അത് ഉണ്ടോട്ടെ. അപ്പൊ ചെറിയ കുട്ടി അമ്മ മുതൽ വെട്ടാതെ ഇത് എത്ര കാലം മുതലുള്ള മുടിയാ ഇങ്ങനെ വെട്ടാതെ സൂക്ഷിച്ചേ? ഇത് LKG മുതലാണ്. LKG മുതൽ ഇപ്പൊ 7ാം ക്ലാസ്സിലുള്ള അതുവരെ മുടി മുറിച്ചിട്ടില്ല. അങ്ങനെ ഇങ്ങനെ അധികം വെട്ടിയിട്ടില്ല. അടിങ്ങ ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുക്കും. തുമ്പ് മാത്രമേ വെട്ടി കൊടുക്കൂ. ഇനിയിപ്പോ വലിയൊരു ഓപ്പർച്യൂണിറ്റി വരികയാണ് ശോഭന മാമിന്റെ മോളൊക്കെ ആയിട്ട്. എന്നിട്ട് അവര് പറയാണ് ഇത്ര മുടി പറ്റില്ല സ്വാതി, മുടി കുറച്ച് ക്രോപ്പ് ചെയ്ത കുട്ടീനെയാ വേണമെന്ന് വെച്ചാ സ്വാതി എന്ത് ചെയ്യും? പത്തര് തന്നെ മേക്കപ്പിനോട് പലതും ചെയ്യാമല്ലോ. മുടി ഇങ്ങനെ എല്ലാവരും പറയാം മുടി പറ്റൂല, മുടി ഇല്ലാതെ ഒരു ക്രോപ്പ് ആയിട്ടുള്ള ഒരു കുട്ടി വേണം. അത് ശോഭന മാമിന്റെ മോളായിട്ടാണ് എല്ലാം നോക്കണം. അപ്പൊ എന്ത് ചെയ്യും? മുടി മുറിക്കോ അല്ലെങ്കിൽ അഭിനയിക്കാൻ പോകും? എന്ത് ചെയ്യാനാ? അപ്പൊ ഒന്നും ചെയ്യില്ല, നിൽക്കും ബാക്കി എല്ലാരും അഭിപ്രായം പോലെ. അപ്പൊ അച്ഛൻ പറയുകയാണെങ്കിൽ എന്നാ മുടി മുറിച്ചേക്കെന്ന് പറഞ്ഞാൽ ചെയ്യോ? സങ്കടം വരും. സങ്കടം വന്നാലും ചെയ്യോ? ഇല്ല, നമുക്ക് നമ്മുടെ മുടി അല്ലേ, ചിലപ്പോ മുടി വെച്ചൊരു റോള് വന്നാലോ അല്ലേ? എന്റെ ഒരു അഭിപ്രായത്തിൽ മുടി മുറിക്കരുത്. ശ്രമിക്കും. ഓക്കെ. ഇപ്പൊ ഞാന് ഒരു സീൻ തന്നാ മോൾ അത് ചെയ്യോ? ഓക്കെ. നല്ല അഭിനയിക്കുന്ന ഒരു മോളായതുകൊണ്ട് നമുക്ക് ലൈവായിട്ട് കാണാം. ഓക്കെ. നമ്മുടെ സ്വാതിക്കുട്ടി ഒരു ഡയലോഗ് ഞാൻ കൊടുക്കുകയാണ്. മീശ മാധവില് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. അത് ചേച്ചി ഇവിടുന്ന് പ്ലേ ചെയ്യാം.
മോള് ചെയ്താൽ മതി. ഓക്കെ? ചെക്കന്റെ വീട്ടിലേക്ക് അല്ല, കല്യാണം ആലോചിച്ച് വന്ന ചെക്കന്റെ വീട്ടിലേക്ക് ഞാനും പോവാം. കന്മത്തരുടെ കൂടെ ഞാൻ പറഞ്ഞോളൂ അവരോട്. വേണ്ട, ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിട്ട് നിന്നെ വിശ്വസിക്കണല്ലേ? എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. അങ്ങനെയൊന്നും നിന്നെ ഈ കണ്ണീരിൽ അല്പമെങ്കിലും സത്യമുണ്ടോ? പണ്ട് LP സ്കൂളിലേക്ക് എന്റെ തോളത്തിരുത്തി കൊണ്ടുവരുന്ന രുക്മിണിയെ എനിക്ക് വിശ്വാസമാണ്. ഞാൻ പണങ്ങുമ്പോ ചുരുങ്ങിക്കരയുന്ന അന്നത്തെ രുക്മിണിയുടെ കണ്ണീരിനെയും എനിക്ക് വിശ്വാസമാണ്. അതുപോലെ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാമോ? കൽമയത്താത്തവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. പോയിക്കോ. സോറി. സൂപ്പർ. എന്തെല്ലാം ഭാവങ്ങളാ കുറച്ച് മിനിറ്റ് കൊണ്ട് ആ ഫേസിൽ പോയതെന്നറിയാം. വന്നിങ്ങനെ നിൽക്കുകയാണ്. അതിലൊരു സങ്കടം വന്നു, അതിലിടയ്ക്ക് ഒരു റൊമാൻസ് വന്നു അല്ലേ? എല്ലാം വന്നു. ഒരു എങ്ങനെയാ മോളെ ഇങ്ങനെ വരുമ്പോ ഇത്ര ഉൾക്കൊണ്ടിട്ട് ഇന്ന ഭാവമാണ്, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ എങ്ങനെയാ മോള് മനസ്സിലാക്കി ചെയ്യുന്നത്? എങ്ങനെയാ? ഒരു ടിപ്പ് പറഞ്ഞുതരൂ. ആ സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് എനിക്ക് അങ്ങനെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ സിനിമേൻ്റെ ആയാലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നാൽ അത് മുമ്പിളയിൽ കൊണ്ടുവന്ന് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അങ്ങനെ ആരാ പറഞ്ഞു തന്നെ? അങ്ങനെയാണ്. കാരണം പല ആർട്ടിസ്റ്റുകളും പറഞ്ഞു കേട്ടിട്ട് നമ്മൾ അവരായിട്ട് നമ്മൾ അങ്ങ് ചെയ്യുന്നു. ഈ ഒരു ടിപ്പ് മോക്ക് ആരാ പറഞ്ഞു തന്നെ? ഞാൻ അങ്ങനെ ആവശ്യമില്ല. കുറെ സിനിമകള് കണ്ട് അങ്ങനെ അഭിനയിച്ചൊക്കെ നോക്കൂ. അങ്ങനെ പിന്നെ റീലൊക്കെ ചെയ്യുമ്പോ അതിനനുസരിച്ച് അച്ഛനമ്മയും പറഞ്ഞുതരും. അവിടെ അങ്ങനെ കരഞ്ഞാൽ അവിടെ അടിപൊളിയാവും, അപ്പൊ അങ്ങ ചെയ്തോക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞുതരും. അച്ഛൻ അതുപോലെ ഒരു ആർട്ടിസ്റ്റ് ആണ് അല്ലേ? അച്ഛൻ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അച്ഛൻ്റെതായിട്ടുള്ള എല്ലാ കോൺട്രിബ്യൂഷൻസും ഉണ്ടാവും. എങ്ങനെയാ മോൾ ഈ കൊത്ത് ഫിലിമിലേക്ക് എങ്ങനെ വന്നു? കൊത്ത് ഫിലിമില് അച്ഛന്റെ ഫ്രണ്ട് വഴിയാണ് ഞങ്ങൾ വന്നത്. ധനീഷ് വള്ളിക്കുന്ന് പറഞ്ഞൊരു അങ്കിള് പറഞ്ഞ് ഇങ്ങനെ അച്ഛനെ വിളിച്ച് പറഞ്ഞ ഇവിടെ ഒരു ഷൂട്ടുണ്ട്, ഒരു ചെറിയ പാസിംഗ് റോളാണ്, സിബി മലയ സാറിൻ്റെ ഫിലിമാന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ പോയപ്പം ഞങ്ങൾ സിബി സാറൊന്ന് അമ്മ അച്ഛനൊക്കെ കൂട്ടിയും കൊണ്ടുപോയി കാണാൻ വേണ്ടി സിബി സാറെ. അപ്പോൾ ഞാൻ സ്വാതിയാണെന്ന് പറയാനല്ല, അപ്പോഴത്തേക്ക് സാറ് ഞാൻ ആരാന്ന് ഇന്നെ പരിചയപ്പെടുത്തി തരികയാണ്. ഇങ്ങനെ ഞാൻ കണ്ടിരുന്നു, ഇങ്ങനെ ബമ്പർ ചിരിയിൽ കണ്ടത്, അടിപൊളിയാണ് എൻ്റെ പരിപാടി. അപ്പോൾ എനിക്ക് ഈ ഒരു സിനിമയിൽ ഈ ഒരു കനകൻ്റെ മോളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്യാം, ഞാൻ അടിപൊളി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ സാറാ ഓക്കെ. അപ്പോൾ ആ സ്പോട്ടിൽ നിന്ന് അങ്ങനെ അഭിനയിക്കും. അപ്പോൾ ഞാൻ അത് അഭിനയിച്ച ഒന്ന് ഓക്കെ എന്നാൽ പോയി ഡ്രസ്സിൻ്റെ അളവ് കൊടുത്തു പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അവിടെ പോകുന്നവര് സ്വാതിക്കുട്ടി വിചാരിച്ചോ? ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒക്കെ എന്താ ഒരു അത്ഭുതം പോലെയാണ് എല്ലാം നടന്നത്. ആദ്യം ആരെയും വിളിച്ചു പറഞ്ഞത്? അച്ഛനും അമ്മയും കൂടെ ഉണ്ടല്ലോ. സെലക്ടഡ് ആയി ആരെയും ആദ്യം വിളിച്ചു? അല്ല, ഞങ്ങൾ പോയി കണ്ടപ്പോ സാറന്നെ ഞങ്ങളോട് പറഞ്ഞാണ് ഇങ്ങനെ ഒരു റോളുണ്ട്, കനകൻ എന്ന് പറഞ്ഞൊരു റോളുണ്ട്, ഒരു മോളായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ സാറിന്റെ വീഡിയോ കണ്ടേന്. അപ്പം ആ ഒരു പരിചയത്തിൽ എന്റെ അഭിനയം അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് ഓക്കെ എന്ന് പറഞ്ഞത്. അപ്പൊ മോള് വീട്ടിലേക്ക് ചേച്ചീനൊക്കെ വിളിച്ചു പറഞ്ഞു? പറഞ്ഞു. സന്തോഷം കൊണ്ട് തന്നെ എല്ലാരും വിളിച്ചായിരുന്നു, വിളിക്കാത്തവരാരും ഉണ്ടാവില്ല. ഓക്കെ. ഞാൻ ഈ കുഞ്ഞു സ്വാതിക്കുട്ടീനെ കുറേ മുമ്പ് നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഒരു പരിപാടിയിലായിരുന്നു, കോമഡി സ്റ്റാർസ് കോമഡി ഉത്സവമാണ്. അതില് ഡബ് ചെയ്യുന്ന ഒരു കുഞ്ഞു മോള് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബേബി ഷാമിലിന്റെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ തരുണീന്റെ വെള്ളി നക്ഷത്രത്തിലെ മൂവി, അതൊക്കെ സ്പോട്ടായിട്ട് ഞാൻ വിചാരിക്കും കുഞ്ഞു കുട്ടികളൊക്കെ ഇനി ഡയലോഗ് തന്നെ പഠിക്കാൻ എത്രമാത്രം ഉണ്ടെന്ന്. അപ്പൊ അങ്ങനത്തെ ഒക്കെ സീനിൽ ആരും ഈ ഡയലോഗൊക്കെ മോക്ക് പഠിപ്പിച്ചു തരാ? അച്ഛനും അമ്മയും തന്നെ പഠിപ്പിച്ചു തരും അല്ലേ? അത് ചേച്ചി കാണിച്ചു തരട്ടെ, സ്പോട്ടായിട്ട് അങ്ങ് ചെയ്യുന്നത്. സൂപ്പർ മോളെ. ഈ ഡബിങ് എന്ന് പറയുന്നത് വലിയ ആർട്ടിസ്റ്റ് വരെ നമ്മളൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഡബിങ് ആണ് ഏറ്റവും ടാസ്ക്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ എന്നുള്ളത്. അതാണ് മോള് വളരെ ചെറിയ പ്രായത്തിൽ അത്രയും സിമ്പിളായിട്ട് വലിയൊരു ഡയലോഗ് പറഞ്ഞിട്ട് പോയത്. എന്താ പറയാ, എനിക്കൊന്നും പറയാനില്ല ശരിക്കും. നിങ്ങളെ കാണുമ്പോൾ നമ്മളൊക്കെ എന്താ
അപ്പൊ ഈ ഡബിങ് ഒക്കെ ചെയ്യുമ്പോഴേ കറക്റ്റ് ലിപ്പ് സിങ്ക് ആയിട്ട് വരണം. അപ്പൊ അതൊക്കെ മോള് ആ സമയത്ത് എങ്ങനെ പഠിച്ചെടുത്ത്? അത് എനിക്കിങ്ങനെ ഒരു ഏട്ടൻ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് തന്നേ. ആ ടൈമിൽ ഇങ്ങനെ വോയിസ് കുറച്ചും കണ്ട് തന്ന് അങ്ങനെ അതിങ്ങനെ ചെയ്ത് നോക്കും. അപ്പോഴേക്ക് ചിലപ്പോൾ സ്ലോ ആയി പോവും. അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്താണ് പഠിച്ചത്. പിന്നെ എന്റെ സിനിമത്തെ ഇത് ഒറ്റ ടേക്കാണ്. ആഹാ, കൊത്ത് ഫിലിമില് പറയണോ? അത്രയും വലിയ അടിപൊളിയായിട്ടൊരു സീൻ ഒറ്റ ടേക്കിൽ ശരിയാക്കിയ മോളാണ്. അപ്പൊ പിന്നെ ഇതൊക്കെ പെട്ടെന്ന് ചെയ്തുകൂടെന്നല്ലേ? ഇത് ശരിക്കും മോള് അവിടെ കോമഡി ഉത്സവത്തില് എങ്ങനെയാണ് പോകുന്നത്? മിമിക്രി ചെയ്യാനാണോ അല്ലെങ്കിൽ ഡാൻസറും കൂടിയാണ്? അപ്പൊ ശരിക്കും അന്ന് എന്തിനായിരുന്നു അവിടെ? ഡാൻസ് ഇതിനാണോ? അച്ഛൻ ഇങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അച്ഛൻ ഓരോ മിമിക്രി ഓരോരുത്തരത് ഇങ്ങനെ കാണിക്കും. അപ്പൊ ഞാനതിങ്ങനെ കേട്ട് നിന്നിട്ട് പിന്നെ ഒരു അച്ഛന് മുന്നേ ഞാൻ ഓരോന്ന് ചെയ്തെടുത്ത്. അപ്പൊ അവിടെ ആൾക്ക് നല്ലതുണ്ടല്ലോ, ആൾക്കാരെ മിമിക്രി ചെയ്യാനുണ്ടല്ലോ. അപ്പൊ അച്ഛനോട് പറയാറ്. അങ്ങനെ ഏച്ചിയാണ് അച്ഛനോട് പറഞ്ഞു കൊടുത്തത്. അച്ഛനോട് പറഞ്ഞ ഓളെ നല്ലോണം ചെയ്യുന്നുമ്പോൾ ഓളെ കൊണ്ടുപോവാം. അപ്പോഴാണ് അതിൻ്റെ ഓഡീഷൻ നടക്കുന്നത്. അപ്പം ഞങ്ങൾ പാലക്കാട് പോയി, ഓഡീഷനിൽ പോയി. അങ്ങനെ അതിൽ ഞാൻ സെലക്റ്റായി. അങ്ങനെ പിന്നെ ഓരോ മിമിക്രി സ്പോട്ട് ഡബ്ബൊക്കെ ആയിട്ട് പോയി. അപ്പം ഇപ്പം 2024 ആ ഒരു സീന് വൈറലായപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മളെ ഏറ്റെടുത്തതിനെ കൊണ്ടാണ് ഇപ്പം വൈറലായത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലോടാണ് ആദ്യം തന്നെ നന്ദി പറയാനുള്ളത് എല്ലാവരോടും. ഇപ്പൊ മിമിക്രി ചെയ്യുന്ന പറഞ്ഞില്ലേ, കുറച്ച് മിമിക്രി ചെയ്തു തരാമോ? ബേബി ഷമ്മിലിന്റെ ചെയ്യാം. കുറച്ച് വലുതായതുകൊണ്ട് അതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നാലും കുഴപ്പമില്ല. ആ കുഞ്ഞിന്റെ അപ്പുറത്ത് അത്തിമരത്തില് എന്തോരം കിളികളാ, നല്ല രസമുണ്ട് പാട്ട് കേൾക്കാൻ. മുഴുവനും ഞാൻ കേട്ടിട്ടില്ല. മാരിപ്പം പറഞ്ഞല്ലോ പൊട്ടിൻ്റെ ഉള്ളിലേ കുഞ്ഞു മൈനുണ്ടെന്ന്. നാളെ നമുക്ക് അതിനെ കൂടി കൊണ്ടുപോകാം. സൂപ്പർ. ആ ഒരു ഇതില്ലേ, ആ ഒരു ഇപ്പോഴും ഉണ്ട്. അതായത് ആ ഒരു മോഡുലേഷൻ ഇല്ലേ പറഞ്ഞല്ലോ, അതൊക്കെ കറക്റ്റ്. ശരിക്കും എനിക്ക് തോന്നുന്നു വലിപ്പം വലിയൊരു ഫാക്ടർ അല്ല. കാരണം അത് ഡബ് ചെയ്തത് ശരിക്കും ശ്രീജ ചേച്ചിയാണ്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അത്രയും വലിയൊരു ചേച്ചിക്ക് ചെയ്യുമെങ്കിൽ മോക്കൊക്കെ സുഖമായിട്ട് അത് കിട്ടുന്നുണ്ട്. പിന്നെ അതല്ലാതെ വേറെ എന്ത് ചെയ്യും? സച്ചിദാനന്ദൻ സാർ ഓക്കെ. വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഭരണഘടന വളരെ പിന്നോക്കമാണ്. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം. സൂപ്പർ. നെക്സ്റ്റ് പിന്നെ ഓർമ്മയില്ല. ട്രെയിൻ ഒക്കെ ഞാൻ കണ്ട് കുഞ്ഞു മോള് ചെയ്യുന്നല്ലേ? ഞാൻ 1ാം ക്ലാസ്സിൽ ചെയ്തതാണ്. പിന്നെ വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ എടുക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കൂളില് മിമിക്രി കോമ്പറ്റീഷൻ ഒക്കെ നിൽക്കാറുണ്ടോ സ്റ്റേറ്റ് ലെവലൊക്കെ? അല്ലല്ല, ഞങ്ങളിപ്പം ഉദ്ഘാടന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഈ 2 മിമിക്രി ഒന്ന് ചെയ്യുമോ ചോദിച്ചു കഴിഞ്ഞാൽ 2 മിമിക്രി. ഇത് രണ്ടും തന്നെയാണോ ചെയ്യാറുള്ളത്? കൊള്ളാം. വേറെ ആർട്ടിസ്റ്റുകളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? ഓക്കെ, എന്തായാലും അടിപൊളി. അപ്പൊ പിന്നെ അടുത്തത് നമ്മുടെ ഒരു ചിരി ബമ്പർ ചിരി അല്ലേ? അതിലേപോലെ സ്റ്റാൻഡപ്പ് കോമഡി. ശരിക്കും ഈ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിന്നിട്ട് നമുക്ക് ഒരു എന്താ പറയാ മേക്കപ്പ് ഇല്ല, പിന്നെ സെറ്റിങ്സ് ഒന്നും കറക്റ്റ് അല്ല അല്ലേ? ഒന്നും ഇല്ലാണ്ട് നമ്മൾ തന്നെ അവരെ ചിരിപ്പിക്കണം ഒരു നിൽപ്പിൽ നിന്നിട്ട്. അതും ഭയങ്കര ടാസ്ക് ആണ്. അപ്പൊ അതൊക്കെ അത് ചെയ്യാനുള്ള ഇത് മോൾ ആദ്യമേ ആരോടെങ്കിലും ചോദിച്ച് പഠിച്ചിട്ട് പോവോ അല്ലെങ്കിൽ അവിടുന്ന് സ്പോട്ടായിട്ട് മോൾ എന്തെങ്കിലും ചെയ്യോ? നമുക്ക് ഗ്രൂമിങ് ചെയ്യാം അവിടുന്ന്. അപ്പം അവിടുന്ന് ഫസ്റ്റ് ഒറ്റ ടേക്ക് തന്നെ അത് ചെയ്തോണം. തെറ്റിക്കഴിഞ്ഞാൽ അത് അവിടെ തന്നെ വരും ചെയ്യും. അപ്പോൾ ഞാനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്പോട്ടബർ എന്നുള്ളൊരു ഇതിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ബമ്പർ അടിച്ച ഏറ്റവും ചെറിയ കുട്ടി എന്നുള്ളതൊക്കെ ആയിരുന്നു അവിടെ. അപ്പം ബമ്പർ അടിച്ച പൈസ എന്ത് ചെയ്തു? ബമ്പർ അടിച്ച പൈസ അച്ഛൻ്റെ അമ്മേൻ്റെ എല്ലാം കൊടുത്ത് എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണ് അത് ഞാനും അച്ഛനാണ് സ്കിറ്റ് ചെയ്തത്. പിന്നെ ആദ്യമായിട്ട് ഡബിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഉണ്ടായിന്. പക്ഷെ ഓരെല്ലാവരും അടുത്ത ഗ്രൂമേഴ്സൊക്കെ നല്ലപോലെ ഗ്രൂം ചെയ്ത് അടിപൊളിയാക്കി പിന്നെ ഒറ്റയ്ക്ക് തന്നെ അവിടെ ചെയ്ത് ബമ്പർ അടിച്ച്. അവിടെ ചെയ്തൊരു സ്റ്റാൻഡപ്പ് എന്തെങ്കിലും ഒക്കെ ഇപ്പോൾ ഓർമ്മയുണ്ടോ? ചെയ്ത് നോക്കി ഇല്ല, ജസ്റ്റ് ഞാൻ മോള് ചെയ്തൊരു സ്റ്റാൻഡപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കാം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഹായ്, ഞാൻ സ്വാതി. എനിക്ക് ഒരു സംശയമുണ്ട്. എന്താണെന്നാണ് എന്റെ സംശയം? ഞാൻ ചെറിയ കുട്ടിയാണോ അല്ലെങ്കിൽ വലിയ കുട്ടിയാണോ എന്ന്. ഇടയ്ക്ക് എന്റെ അച്ഛനും അമ്മയും പറയും ഇത് ചെറിയ കുട്ടിയാണെന്ന്. ഇവരുണ്ടല്ലോ ഓരോ ദിവസം ഓരോന്ന് പറയുമ്പോ ഭയങ്കര കൺഫ്യൂഷനാ. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ കാർട്ടൂൺ. ഓക്കേ, ശരിക്കും ഇപ്പൊ എന്ത് കുട്ടിയാ? ചെറിയ കുട്ടിയാണോ വലിയ കുട്ടിയാണോ? അതിൽ നഴ്സറിയൊക്കെ ഒരാൾ പറയണ്ടേ സത്യത്തിൽ ചെറിയ കുട്ടിയാണോ, പക്ഷെ അതിന്റെ നാവ് വലിയ ആൾക്കാരാണ്. ഇപ്പൊ ശരിക്കും സ്വാതിക്ക് വലിയ കുട്ടിയായിരിക്കാനാണോ ചെറിയ കുട്ടിയായിരിക്കാനാണോ ഇഷ്ടം? എനിക്ക് ചെറിയ കുട്ടിയാവാനോ. എന്റെ പൊന്നുമുള്ള ചെറിയ കുട്ടിയായാൽ മതി. ഈ ചെറിയ പ്രായത്തിൽ നമുക്കൊക്കെ തോന്നിയിരുന്നു വേഗം വലുതായാൽ മതി. പക്ഷെ വലുതായി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അയ്യോ എന്തിനു വലുതായി.
ശരിക്കും അടിപൊളിയായിട്ടുള്ള ഒരു പ്രായമാണിത്. സ്കൂളൊക്കെ അല്ലേ, സ്കൂളിലൊക്കെ പോകുമ്പോ അടിപൊളി ലൈഫ്. അപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവും. അമ്മ എപ്പോഴും പറയും നമുക്ക് സ്കൂൾ ലൈഫ് എന്താന്ന് പറയില്ല, ഇപ്പൊ ഇങ്ങനെ പറയുന്നൊക്കെ. ശരിക്കും മോക്ക് ഇനി വലിയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? എന്റെ ആഗ്രഹം വലിയൊരു സിനിമ നടി ആവാൻ തന്നെയാണ്. സിനിമ നടിയാവാം. അപ്പം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ ഒരു പ്രതീക്ഷയിൽ കുത്തിരിക്കുകയാണ്, പക്ഷെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. വിളിക്കും ഞാൻ ഡെഫിനറ്റ്ലി. നമുക്കൊരു ടൈം ആകുമ്പോൾ ഒരുപാട് വരും. ഇപ്പൊ തന്നെ ഫസ്റ്റിൽ വലിയൊരു ബാനറിൽ വലിയ കുറെ ആളുകളുടെ കൂടെ ചെയ്യാൻ പറ്റിയില്ല. അത് വലിയൊരു ഭാഗ്യം. സിനിമയിലെ സാർ പറഞ്ഞാൽ അത്രയും വലിയൊരു ഡയറക്ടറിന്റെ സിനിമയിൽ തന്നെ ആദ്യം അഭിനയിക്കാൻ വലിയൊരു ഭാഗ്യം തന്നെ. അതും ആ റോള് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. അത് വലിയൊരു കാര്യമാണ്. എത്രയോ ആളുകൾ ചെയ്തിട്ട് പോകുന്നു, പക്ഷെ വളരെ കുറച്ച് പേരുടെ മാത്രമേ ആളുകളിലേക്ക് എത്തുന്നുള്ളൂ. ആ ടൈമിൽ ഇത് എത്താതിരുന്നല്ലോ. അപ്പൊ മോക്ക് ഭയങ്കര സങ്കടം വന്നോ? നല്ല സങ്കടം ഉണ്ടേനി. അതായത് 3 വർഷം മുന്നുള്ള ആ ഒരു സിനിമ ഇറങ്ങിയപാട് എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ടാവുമല്ലോ, അതായത് പ്രതീക്ഷയാണ് കിട്ടും, പക്ഷെ ആരും ശ്രദ്ധിക്കപ്പെടാത്തതിനോണ്ട് ഒരു ചെറിയ സങ്കടമുണ്ട്. പക്ഷെ ഇപ്പം സങ്കടം പോയിട്ടോ, കാരണം വൈറലായി. ഇപ്പോൾ ഒരുപാട് പേരിൻ്റെ വീഡിയോസ് ഒരു ദിവസം തന്നെ കുറേ 4-5 വീഡിയോ കാണാറുണ്ട്. അപ്പം അവർ കാരണമാണ് ഇപ്പം ഞാൻ അവിടെ ഇരിക്കാനുള്ള ഒരു വലിയ റീസൺ തന്നെ വരാണ്. ഫസ്റ്റ് ആ വീഡിയോ അതായത് വൈറലാവുന്നത് മോളെപ്പോഴാണ് കാണുന്നത്? അത് ഫേസ്ബുക്കിലാന്ന് തോന്നുന്നുണ്ട്, അച്ഛൻ കാണിച്ചെന്ന്. അതിന് വീഡിയോ കുറേ ആൾക്കാർ കണ്ട് നോക്കും വൈറലായെന്നാണ് തോന്നുന്നത്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു അപ്പോഴത്തെ ഞങ്ങൾ അങ്കിളിനൊക്കെ അയച്ചു കൊടുത്തു, സെബി സാറിനൊക്കെ അയച്ചു കൊടുത്തു. ഞങ്ങളെ വീഡിയോ വൈറലായി. അങ്ങനെ വൈറലായി. ഇപ്പം വൈറലായത് കണ്ടിട്ട് എനിക്കിപ്പോൾ കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡും കിട്ടി. ഇപ്പോഴാണ് അല്ലേ കിട്ടുന്നത്? അന്ന് കിട്ടാതെ പോയാലും നോക്കി സങ്കടം ഉണ്ടായി. ഒന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ 2024 കിട്ടി. 2022 മികച്ച ബാലനടിക്കുള്ള കൊച്ചു സിനിമ കിട്ടി. അതെ, കുറച്ച് വൈകിയാണെങ്കിലും എല്ലാം കിട്ടി അല്ലേ? ഇനി ഇപ്പൊ മോൾ ഓഡീഷൻ അങ്ങനെയൊക്കെ പോകുന്നുണ്ടോ? ഓഡീഷന് പോവാറുണ്ട്, ഓരോ സിനിമയ്ക്ക് പോയി, പക്ഷെ എന്താന്ന് അറിയില്ല. അതെ, അല്ല എല്ലാ സിനിമയ്ക്കും ഓരോ ആപ്റ്റ് ആയത് വേണമല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു മോൾ ഒരിക്കലും അഭിനയിക്കാത്തത് കൊണ്ട് മോൾ എടുക്കാതിരിക്കൂല. അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ വലിപ്പോ പ്രായോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിട്ടായിരിക്കും മോളത് പോകുന്നത്. അതുകൊണ്ട് മോൾ ഒട്ടും പേടിക്കണ്ട. നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു കുഞ്ഞായതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ മോക്ക് എന്തായാലും വലിയ വലിയ അവസരങ്ങൾ തേടി വരെ ചെയ്യും. അതിൽ യാതൊരു വിധ ഡൗട്ടും ഇല്ല. ഇപ്പം ഞാനൊരു സെഗ്മെന്റ് തന്നാ മോളത് ചെയ്യോ? അതായത് നവരസങ്ങളാണ്. സിമ്പിൾ അല്ലേ? നിങ്ങൾ ഡാൻസർ അല്ലേ? ഡാൻസറാണ്, പഠിക്കുകയാണ്, അരങ്ങേറ്റൊന്നും കഴിഞ്ഞിട്ടില്ല. മോക്കൊന്നൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം സ്വാതി ഓരോരോ സംസാരിക്കുമ്പോ തന്നെ ഓരോ രസങ്ങളാണ് ആ മുഖത്തുള്ളത്. പിന്നെ എന്തിനു പേടിക്കണം? തരട്ടെ? ഓക്കെ, ഞാൻ ഓരോന്ന് പറയും, ഓരോ രസങ്ങൾ ഞാൻ പറയും. ആ രസങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇടാം. ഓക്കെ? ശൃംഗാരം. എന്റെ ടീച്ചർ കാണിച്ചിട്ടാണ്, അല്ലാതെ എനിക്കറിയില്ല. ടീച്ചർ കാണുന്നത് ടീച്ചർ ചോദിക്കാണോ ഞാൻ പഠിപ്പിച്ചത് ചോദിക്കോ? ഇല്ല. നെക്സ്റ്റ് കരുണം. വീരം. തോന്നില്ലേ? തോന്നുന്നുണ്ട്. പിന്നെ രൗദ്രം. ഹാസ്യം. ഭയാനകം. ടീച്ചർ പറയും ശ്വാസം അങ്ങനെ വലിച്ചു കയറ്റാറ്, വലിച്ച ഗ്ലാസ്സൊക്കെ ഭീമത്സം. കറക്റ്റാ, അതിൽ ഫോട്ടോ ഉണ്ട്. ഇതില് ഫോട്ടോയും ഉണ്ട്. അത്ഭുതം. ശാന്തം. സുഖല്ലായിരുന്നു, ഉറങ്ങിയാ മതിയല്ലേ? അതെനിക്ക് നല്ല ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മോളായിട്ട് കണ്ടുപിടിച്ച എന്തെങ്കിലും ഒരു ഭാവം ഉണ്ടോ? മറ്റേ ജഗതി ചേട്ടൻ പറയുന്ന പോലെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഈ ഭാവത്തിന് എന്ത് പറയും? ഈ ഭാവത്തിന് എന്താ, ചളി പറഞ്ഞ ഒരാളെ മുന്നിൽ കാണിക്കാൻ പറ്റുമോ? ചളി കുറെ പറയുവോ? വീട്ടിൽ ആരാ ഏറ്റവും നല്ല ചളി പറയാ? അച്ഛനും ഞാനേ പറയാം. അച്ഛൻ ആർട്ടിസ്റ്റ് ആണ്. അച്ഛന് ചിലപ്പോ ബമ്പർച്ചിരിയില്ലല്ലേ അച്ഛനുള്ളത്?
അതെ. ആ അച്ഛന്റെ കൂടെ ഒരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ? അച്ഛന് ആഗ്രഹമാണ് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പൊ എന്നിലൂടെ സാധിക്കണം എന്ന് അച്ഛനൊരു ആഗ്രഹം, അപ്പൊ അത് നടന്ന്. ശരിക്കും ആ ഒരു സീനൊക്കെ ചെയ്ത് ഞാൻ ചോദിക്കട്ടെ, അച്ഛന്റെ റിയാക്ഷൻ മാത്രം എനിക്ക് മതി ഇപ്പൊ. അതായത് അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ മോളെടുത്ത് ഫസ്റ്റ് പറയുന്നത് എന്താ? ഈ സീൻ എടുക്കുമ്പോ അച്ഛനും അമ്മയും പുറത്തേക്ക് പോയി, പിന്നെ ഓരോ കണ്ടാ ഞാൻ ചെയ്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചു ഓര് പുറത്തേക്ക് പോയി. പക്ഷെ അമ്മയ്ക്കും അച്ഛൻ എന്താ ഒരു തിടുക്കം, എന്താ ചെയ്യാ അങ്ങനെ ഒരു ഇത്. പക്ഷെ കഴിഞ്ഞപാട് അമ്മ എന്നോട് ഇപ്പോഴും ആ കഥ ഇങ്ങനെ പറഞ്ഞോണ്ട്, ഇത് വൈറലാവുന്ന ഓരോ വീഡിയോ കാണുമ്പോഴും അതങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അച്ഛൻ ഇങ്ങനെ ഇങ്ങനെ നടന്നു കളിക്കുകയാണല്ലോ, എന്താ കഴിഞ്ഞേ ടെൻഷൻ. അപ്പൊ കഴിഞ്ഞ എല്ലാവരും ഭയങ്കര കയ്യടി ആയപ്പോഴത്തേക്ക് പറഞ്ഞു ഓളെന്തോ അവിടെ ചെയ്തിക്കണെന്ന് കാരണം കണ്ട് രണ്ടാളും കൂടി ഓടി വന്ന്. പക്ഷെ അവർക്ക് അവിടെ കയറാൻ കഴിഞ്ഞില്ല, അത്ര ആൾക്കാര് അപ്പൊ കഴിഞ്ഞ് അച്ഛനും അമ്മയും കരയും എല്ലാം ചെയ്ത് ഇങ്ങനെ. അപ്പം അച്ഛൻ ശരിക്കും മോളടുത്ത് പറയോ അച്ഛന് പറ്റാത്തതാണ് മോള് ചെയ്യുന്നേ? എപ്പോഴും പറയാറുണ്ട്. അത് പറയുമ്പോ സങ്കടാവും. അച്ഛൻ പറയും എൻ്റെ ഒരു ആഗ്രഹം ഇനി ചെറുപ്പം മുതലേ അങ്ങനെ ഇനി, അപ്പൊ അത് നടക്കാഞ്ഞപ്പോ ഒരു സങ്കടം. പക്ഷെ ഈ സിനിമയിൽ അഭിനയിച്ച ഭയങ്കര സന്തോഷമായി എല്ലാരും, അച്ഛനും അമ്മയും എല്ലാരും പറയും. അതെ അതെ. അവിടെ അച്ഛന് വല്ല റോൾ എന്തെങ്കിലും ചെയ്തിരുന്നോ കൊത്തു മൂവിയില്? ഇല്ല, ചെയ്തില്ല. ഇല്ല. ആരോടെങ്കിലും പറയോ അതിന്റെ അച്ഛനും ചെയ്യും, അച്ഛന് നല്ല അഭിനയിക്കും? അച്ഛനിപ്പൊ അങ്ങനൊന്നുമില്ല, എന്താ ഞാൻ ചെയ്താൽ മതി അതാണ്. അല്ല അച്ഛനോട് പറയാറുണ്ടോ മോള് എപ്പോഴെങ്കിലും അച്ഛാ നമുക്ക് ഒരുമിച്ച് ഒരു മൂവി ചെയ്യണം, അല്ലെ അച്ഛൻ പറയാറുണ്ടോ നമുക്ക് ഒരുമിച്ച് ഒരു മൂവി ചെയ്യണം? മൂവി കിട്ടിയാ ചെയ്യണം, പക്ഷെ മൂവി കിട്ടിയില്ലല്ലോ. കിട്ടുകയാണെങ്കിൽ അച്ഛന് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യണമെന്ന് പറയും അല്ലേ? ഓക്കെ. ഫസ്റ്റ് ഈ മൂവി ഇറങ്ങിയിട്ട് തിയേറ്ററിൽ പോയിട്ട് മോള് കണ്ടല്ലോ, ആരൊക്കെ കൂടിയാ കണ്ടേ? ഫാമിലി മുഴുവൻ ഉണ്ട്. അച്ഛൻ്റെ ഫാമിലി ഉണ്ട്, അമ്മേൻ്റെ ഫാമിലി ഉണ്ട്, എല്ലാരും കൂട്ടിയിട്ട് ഞങ്ങളാണ് പോയത്. പിന്നെ ദിനേശ് ആ ഏട്ടനും എല്ലാരും കൂടി പോയിട്ട് ഞങ്ങൾ എല്ലാരും കൂടി കണ്ട്. അപ്പം കുറെ കാര്യത്തിന് ശേഷമാണ് സിനിമ കാണാൻ പോണേ. അപ്പൊ ആ ഇടവേളാന്ന് കണ്ടപ്പോ അയ്യോ അച്ഛൻ സിനിമ എനിക്ക് പേടിയാണ്, ഭയങ്കര കരച്ചിലായി. പക്ഷെ അപ്പോഴാണ് അച്ഛൻ പറഞ്ഞ ഇന്റർവെല്ലാണ് കുറച്ച് കഴിഞ്ഞ സിനിമ വരുന്നത്. അങ്ങനെ തുടങ്ങി അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ രണ്ടാളും കൈപിടിച്ചു അയ്യോ എന്നാണ് കരഞ്ഞു കുത്തിക്കുക. അവിടെയും കരയണം ഇവിടെയും കരയണം, എല്ലാരും കരയണം. അപ്പൊ ഞാനും കരച്ചു. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ വന്ന് വിളിക്കുമ്പോഴും കരയ്ക്കുക. അപ്പൊ അന്ന് മോളെ ഫസ്റ്റ് ബിഗ് സ്ക്രീനിൽ കാണുന്നത് ഏറ്റവും ഭയങ്കര വലിയൊരു ഭാഗ്യമാണ് അത്. ഒരുപാട് പേരുടെ ഒരു ആഗ്രഹമാണ് അത്. പ്രത്യേകിച്ച് ഇത്രയും സിനിമാ മോഹിയായിട്ടുള്ള ഒരു അച്ഛന്റെ മകളെ അച്ഛൻ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും മോള് അത് എല്ലാവരുടെയും കൂടെ ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര വലിയൊരു അഭിമാന നിമിഷമാണത് അല്ലേ? അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാവും, നമ്മുടെ ഫാമിലി ഇല്ലാതെയും തിയേറ്ററിൽ ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരൊക്കെ ഈ സീൻ വരുമ്പോ എന്തെങ്കിലും പറയേ എന്തെങ്കിലും അങ്ങനെയൊക്കെ മോള് ശ്രദ്ധിച്ചിരുന്നു? പക്ഷെ എന്റെ ആദ്യത്തെ സിനിമയല്ലേ, അപ്പൊ ഞാൻ അങ്ങനെ കത്തിക്ക് എപ്പോ വരും ഞാൻ എപ്പോ വരും. പക്ഷെ കഴിഞ്ഞ് ഞാൻ അവിടെ ഉണ്ടെന്ന് ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വന്നപ്പോ മോളാണോ സിനിമത്തെ അങ്ങനെ പറഞ്ഞ് കുറെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുത്ത് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് അങ്ങനെയൊക്കെ. ഫസ്റ്റ് സെൽഫി ആയിരുന്നു അത്? തിയേറ്ററിൽ നിന്നാണോ മോളെ കണ്ട ആദ്യമായിട്ട്, അല്ലെങ്കിൽ കോമഡി സ്റ്റാർസിലോ? കുറെ ആൾക്കാർക്ക് അറിയാം, ഞങ്ങളുടെ ചാനലിൽ ഉണ്ടായതുകൊണ്ട് കുറെ ആൾക്കാർക്ക് അറിയാം. അപ്പൊ ആ ഒരു ഇതിൽ സിനിമയിൽ കണ്ടപ്പോൾ ഞങ്ങൾ അടുത്തുള്ള തിയേറ്ററിലാണ് കണ്ടത്. കുറെ ആൾക്കാർ അത്ര പരിചയമില്ലേനി, പക്ഷെ എന്നാലും എന്നെ കണ്ട് ഓടി വന്ന് മോളല്ലേന്ന് പറഞ്ഞ് കുറെ ആൾക്കാര് വന്ന് സിനിമയില്. അപ്പൊ അത് ഭയങ്കരമായിട്ടൊരു സന്തോഷം അല്ലേ, ഫോട്ടോ എടുക്കുന്നത് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ. ഓക്കെ. ഇപ്പം ഇനി നമ്മളിപ്പോ മോളിപ്പോ 7ാം ക്ലാസ്സിലാണ്, പഠിക്കാൻ എങ്ങനെയാ, മിടിക്കുകയാണോ? നന്നായി പഠിക്കാറുണ്ട്. പഠിക്കുകയും ചെയ്യും. എല്ലാ കഴിവുകളുള്ളൊരു കുഞ്ഞാണ് അല്ലേ? പഠിക്കുക, ഡാൻസ് ചെയ്യുക, പാട്ട് ചേച്ചിയാണ് പാടുക. ചേച്ചിക്ക് കൊടുത്ത് ആ കഴിവ് ചേച്ചി അല്ലേ? പാട്ട് പഠിക്കാൻ പോയതിന് ഒരു മാസം, പക്ഷെ എന്താ പറയാ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല, അങ്ങോട്ടേക്ക് ശരിയാവുന്നില്ല. മോളെ ഈ ഡബിങ് ഒക്കെ കണ്ടിട്ട് ആരെയും ഡബ് ചെയ്യാൻ മോളെ വിളിച്ചിട്ടുണ്ടോ? ഡബ് ചെയ്യാൻ വിളിച്ചിട്ടില്ല, പക്ഷെ ആങ്കറിങ്ങിന് വേണ്ടി വിളിച്ചാണ്. മറ്റേ ദർശന ചാനൽ ആങ്കർ ചെയ്യാൻ വിളിച്ചാണ്. ഡബിങ് ഇപ്പൊ ചെയ്യുന്നുണ്ടോ മോള്? ഇല്ല, ഇപ്പൊ ചെയ്യാനില്ല. ഇപ്പൊ ശരിക്കും എന്താ ചെയ്യുന്നത്? പഠിക്കല്ലാണ്ട് ഇപ്പൊ വേറെ എന്തെങ്കിലും? ഇപ്പൊ ഞാൻ അമൃത ചാനലിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു 7 മാസം മുമ്പേ ചെയ്താണ്. പിന്നെ USS എക്സാം 7ാം ക്ലാസ് ആയതുകൊണ്ട് എക്സാം ഒക്കെ ആയതുകൊണ്ടാണ് കുറച്ച് സ്റ്റഡീസിന് വേണ്ടി കുറച്ചൊരു ടൈം മാറ്റി വെച്ചല്ലേ? USS എന്നൊക്കെ പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളെ മാത്രം തെരഞ്ഞെടുത്തുള്ള ഒരു എക്സാം അല്ലേ? എനിക്കറിയാം, ഞാൻ ഇല്ലായിരുന്നു, പക്ഷെ അത് ഞാൻ കണ്ടിട്ടുണ്ട്.
ഇപ്പൊ മോള് പുറത്തൊക്കെ പോകുമ്പോ ആരെങ്കിലും മോളെ പറയുവോ കൊത്തിലെ ഉണ്ട്. ഇപ്പൊ നമ്മളെ ബേപ്പൂരിൽ ഒരു പരിപാടി വിനീത് ശ്രീനിവാസൻ ഞങ്ങളൊക്കെ വന്ന ടൈമിൽ എന്നോട് ചോദിച്ചു സിംഗറാണോ? ബേപ്പൂർ ഫെസ്റ്റ്. അതെ ബേപ്പൂർ ഫെസ്റ്റ്. അപ്പൊ എന്നോട് സിംഗറാണോ അല്ല ആക്ടറാണ്. ഒരുപാട് ഫോട്ടോ ഒക്കെ ഇട്ട് പിന്നെ അങ്ങനെയൊക്കെ പിന്നെ ഒരുപാട് ഉദ്ഘാടനത്തിനൊക്കെ പോയി. ഒരുപാട് പിന്നെ എക്സാമിന്റെ കുറച്ച് മുന്നേ വരെ ഉദ്ഘാടനത്തിന് പോയി എക്സാം എഴുതിയിട്ടുണ്ട്. ഓക്കെ മുന്നു. അപ്പൊ ഞാൻ എന്താ പറയാ, മോക്ക് ഇപ്പൊ കുറച്ചൊരു ടെൻഷൻ ഉണ്ട് ഇപ്പൊ പുതിയല്ലേ സിനിമകളൊക്കെ. പക്ഷെ ഞാൻ പറയുന്നത് എങ്ങനെയായാലും ഞാൻ പറഞ്ഞില്ലേ മോക്കുള്ള ഒരു സമയം വരും. ആ ടൈമിൽ എന്താണ്, കാരണം മോൾ ഇപ്പൊ ഈ ചെയ്തു വെച്ചതൊക്കെ ഉണ്ടോ അന്നല്ല, കുറച്ച് കഴിഞ്ഞ ഒരു 2 years കഴിഞ്ഞിട്ടാണ് അതൊന്ന് വൈറലാവുന്നത്. അതേപോലെ ഈ ചെയ്തു വെച്ചതൊക്കെ മതി. നമ്മൾ എത്ര കഴിഞ്ഞാലും ഇതൊക്കെ ഇങ്ങനെ മോളെ പിന്നാലെ തന്നെ വരും. അതുകൊണ്ട് ഒരിക്കലും മോൾ ടെൻഷൻ ആവരുത്. ഒരുപാട് കഴിവുള്ള ഒരു കൊച്ചാണ്, എല്ലാത്തിലും കഴിവുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഒരുപാട് അവസരങ്ങൾ മോളെ തേടി എന്തായാലും വരട്ടെ. പിന്നെ എനിക്ക് കൊത്ത സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ച സെബി സാറിനും ഹേമന്ത് അങ്കിളിനും ഒരുപാട് നന്ദി പറയാണ്. അവരാണ് എന്നെ ആ ഒരു സിനിമയിൽ അങ്ങനെ ഇതാക്കി എടുത്തത്. താങ്ക് യു താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.